ആയുസിന്റെ വേദം ആയുർവേദം. ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഓൾഡ് NKN ഹോസ്പിറ്റൽ, സൗത്ത് കുമ്പളങ്ങി. ഫോൺ 8606240012 9656240012. കുമ്പളങ്ങി സെന്റ് ജോർജ് പള്ളിയുടെ നേതൃത്വത്തിൽ മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുമ്പളങ്ങി പഴങ്ങാട് സെന്റ് ജോർജ് ഇടവകയിലെ മതബോധന വിഭാഗം പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച ഐക്യദാർഢ്യ റാലി ഇടവക ദേവാലയ മുറ്റത്ത് എത്തിച്ചേർന്നതോടെ വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തമ്പുരക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മുടെ പത്രത്താളുകളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ചെറായി മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാണ്ട് 405 ഏക്കറിനുള്ളിൽ താമസിക്കുന്ന 610 കുടുംബങ്ങൾ വർഷങ്ങളായിട്ട് കരമടച്ചു പോകുന്നവര് അല്ലെങ്കിൽ റവന്യൂ റിക്കവറി ചെയ്തു പോകുന്നവര് ഇന്ന് അവരവിടം വിട്ട് പോകേണ്ടി വരുന്ന ഗതികേടിൽ നിൽക്കുകയാണ്. 51ാമത് ദിവസമാണ് അവരിന്ന് നിരാഹാര സമരം നടത്തുന്നത്. ഈ 51ാമത് ദിവസത്തിലാണ് നമ്മൾ ഈ ഇടവകയിലുള്ള മതാധ്യാപകരും സൺഡേ സ്കൂൾ കുട്ടികൾ ചേർന്നുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ പള്ളി തിരുമുറ്റത്ത് ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. നമുക്കറിയാം, വഖഫ് എന്ന് പറയുന്ന പേരിൻ്റെ അതിൻ്റെ വെളിച്ചത്തിൽ തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ കുഞ്ഞുമക്കൾ അവിടെയുണ്ട് നിങ്ങൾക്കറിയാൻ പറ്റും. 610 കുടുംബങ്ങളിൽ എത്രയോ കുഞ്ഞുമക്കൾ അവിടെയുണ്ട്. നാളെ തങ്ങൾക്ക് വീടില്ല എന്ന് പറയുന്നൊരു അവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ്. അതായത് 10-40 വർഷമായിട്ട് തങ്ങൾ കരമടച്ച് കൃത്യമായി. നവദീപ്തി സൺഡേ സ്കൂൾ പ്രധാന അധ്യാപകൻ നെയ്ബിൾ ജോസ്, PTA പ്രസിഡന്റ് യേശുദാസ്, ഡീക്കൻ ഷെർവിൻ തറേപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ജോർജ് വലിയതറ, ജെറീഷ് എന്നിവർ നേതൃത്വം നൽകി. പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ സമരപ്പന്തലിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുപോലെ നമ്മളെ കൊണ്ടാവുന്ന നമ്മുടെ രീതിയിലുള്ള അവർക്ക് വേണ്ടിയുള്ള ഒരു പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും, എല്ലാ നല്ലവരായ ഇടവക ജനങ്ങളെയും, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരെയും ടീച്ചേഴ്സിനെയും PT അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വിഷയത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി നമ്മുടെ ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി.